എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2 ഹെൽത്തി സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ഒരു ബ്രോക്കലി കട്ട്ലറ്റും മറ്റൊന്ന് തന്തൂരി ബ്രോക്കലിയും. ഇത് രണ്ടും വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ഒത്തിരി രുചികരവുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ബ്രോക്കലി വൃത്തിയാക്കിയതും ഒപ്പം 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ബ്രോക്കലി സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. വെള്ളം മുഴുവൻ വാർന്ന് ബ്രോക്കലി തണുത്തു കഴിഞ്ഞാൽ മിക്സർ ജാറിലേക്ക് മാറ്റി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് ക്രഷ് ചെയ്ത ബ്രോക്കലി, 1 കപ്പ് ബ്രെഡ് ക്രംസ്, 8 മുതൽ 10 വരെ വെളുത്തുള്ളി അല്ലി ചതച്ചത്, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 3/4 കപ്പ് ഓട്സ്, 1 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 മുട്ട. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അടുത്തതായി ഇത് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഷേപ്പ് ചെയ്ത് വയ്ക്കുക. ഇത്രയും ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏകദേശം 9 പാറ്റികൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഷേപ്പ് ചെയ്തു വച്ചിരിക്കുന്ന പാറ്റീസ് ഷാലോ ഫ്രൈ ചെയ്യുക. കട്ട്ലറ്റ് ഇരുവശത്തും ക്രിസ്പി ആകുന്നതുവരെ ഫ്രൈ ചെയ്യുക. അടുത്തതായി നമുക്ക് ബ്രോക്കലി തണ്ടൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ബ്രോക്കലി വൃത്തിയാക്കിയതും ഒപ്പം 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ റെസിപ്പിക്കായി ബ്രോക്കലി കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യണം. ഒരു 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ബ്രോക്കലി സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിൽ 1/2 കപ്പ് കട്ടിയുള്ള തൈര്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1/2 ടീസ്പൂൺ തന്തൂരി മസാല അല്ലെങ്കിൽ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 2 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്ത കടലപ്പൊടി, 1/2 നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരുന്ന ബ്രോക്കലി ചേർത്ത് മസാല നന്നായി ബ്രോക്കലിയിൽ തേച്ചു പിടിപ്പിക്കുക. മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി ഒരു സ്ക്യൂവർ എടുത്ത് ഇതിലേക്ക്
ബ്രോക്കലി ശ്രദ്ധാപൂർവം ത്രെഡ് ചെയ്യണം. ഗ്യാസ് ഓൺ ചെയ്ത് ഫ്ലെയിമിന് മുകളിൽ വെച്ച് ഡയറക്റ്റായി ബ്രോക്കലി തിരിച്ചും മറിച്ചും വേവിക്കുക. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസിയായ തന്തൂരി ബ്രോക്കലി റെഡി. നിങ്ങളും ഈ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടാതെ മോംസ് കറി പോട്ടിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.